ഹായ് ഹലോ, ഇത്തവണത്തെ ഞങ്ങളുടെ ശ്രീകൃഷ്ണ ജയന്തി വിശേഷങ്ങളടങ്ങിയ ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ നിങ്ങൾ കാണാൻ പോകുന്നത്. സാധാരണ എല്ലാ ആഘോഷങ്ങളുടെയും തലേന്ന് ഞാൻ അതിന് വേണ്ട എല്ലാ സാധനങ്ങളും മേടിച്ചു വയ്ക്കാറുണ്ട്. പക്ഷേ ഇത്തവണ ശ്രീകൃഷ്ണ ജയന്തിയുടെ ആവശ്യ സാധനങ്ങൾ സൺഡേ ആയ കാരണം ഞങ്ങൾ രാവിലെ പോയിട്ടാണ് കേട്ടോ മേടിച്ചത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കൽ കഴിഞ്ഞ് നമ്മളുടെ സ്ഥിരം പൂജാ സാധനങ്ങളൊക്കെ മേടിക്കുന്ന ഷോപ്പിലേക്ക് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അവിടെ വന്നപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചുള്ള കുറേ കാര്യങ്ങൾ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ കാത്തിരുന്ന മഹാവിഷ്ണുവിൻ്റെ 8ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ്റെ ജന്മദിവസമാണല്ലോ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം മറ്റേത് വിശേഷ ദിവസത്തേക്കാളും കൂടുതൽ ആഘോഷിക്കേണ്ടതായ ഒന്ന് തന്നെയാണ്. നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നോൽമ്പും പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ കൊല്ലവും ഇത് ആഘോഷിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പൂജയ്ക്കുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കി സന്ധ്യ നേരത്ത് വിളക്ക് വയ്ക്കാൻ കേട്ടോ. ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയുടെ അന്ന് സന്ധ്യ നേരത്ത് ഏത് ടൈമിലൊക്കെയാണ് വിളക്ക് കൊളുത്തി വെക്കേണ്ടതെന്നൊക്കെ ഞാൻ യൂട്യൂബിൽ നോക്കി മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആ നേരത്തെ നോക്കി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു. പൂജ എന്നൊക്കെ പറയുമ്പോൾ ഗംഭീരമായ പൂജ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ സമർപ്പിക്കുന്ന ചെറിയൊരു പൂജ, അത്രയേ ഉള്ളൂ. ഭഗവാന് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങളിൽ ഒന്നാണ് അവലെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ ഒരുപാട്. അതുകൊണ്ട് തന്നെ അതെപ്പോഴും ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. പിന്നെന്താ പറയുക, പാൽപ്പായസം, വെണ്ണ, ഇതൊക്കെ ഭഗവാന് ഏറെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണല്ലോ. പിന്നെ കുറച്ച് പുഷ്പങ്ങൾ, അങ്ങനെ നമുക്കറിയാവുന്ന നമുക്ക് പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ചെറിയൊരു പ്രാർത്ഥന, അത്രയേ ഉള്ളൂ. ഇന്നത്തെ മറ്റൊരു പ്രധാന താരം നമ്മളുടെ വീട്ടിലെ നമ്മുടെ സ്വന്തം കുട്ടി കൃഷ്ണനാണ് കേട്ടോ. മൂപ്പർക്ക് കഴിഞ്ഞ കൊല്ലം കൃഷ്ണവേഷം കെട്ടിച്ചതൊന്നും വലിയ ഓർമ്മയൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്താ സംഭവിക്കണേന്ന് ഒരു പിടിയും ഉണ്ടാവില്ല. ഇത്തവണ അത്ര കാര്യമായിട്ടൊന്നും അറിഞ്ഞില്ലെങ്കിലും ചുറ്റുള്ളതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാനുള്ള ആ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ടല്ലോ. എന്തായാലും പ്രാർത്ഥിക്കാനുള്ള കാര്യങ്ങളാണെന്ന് അവന് മനസ്സിലായിട്ടുണ്ട് വിളക്കൊക്കെ കൊളുത്തി വെച്ച് കണ്ടപ്പോൾ. പിന്നെ കൃഷ്ണവേഷം കെട്ടിച്ചപ്പോഴും ഞാൻ വിചാരിച്ചത്ര പ്രശ്നമൊന്നും അവനുണ്ടാക്കിയിട്ടില്ല കേട്ടോ. അതുമാത്രമല്ല, അവൻ്റെ കൃഷ്ണവേഷം ഞാൻ അത്ര കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടില്ല. കുറച്ച് ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്തു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം മൂഡ് ശരിയല്ലെങ്കിൽ ആകെ പണി വാളും. എന്തായാലും മൂപ്പർക്ക് ഈ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. കുറേ നേരം അവിടെ പൂജയ്ക്ക് വെച്ച കാര്യങ്ങളൊക്കെ നോക്കി നിന്നു. അതിലവൻ്റെ കണ്ണുടക്കിയത് വേറെ എവിടെയല്ല, ഞാൻ പൂജയ്ക്ക് കുറച്ച് സ്വീറ്റ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതിലാണ് കേട്ടോ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ വളരെ ആധികാരികമായിട്ടൊന്നല്ല കേട്ടോ ഞാൻ ഈ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മൾക്ക് അറിയാവുന്ന പോലെ പിന്നെ കുറച്ചൊക്കെ യൂട്യൂബിലൊക്കെ നോക്കി എങ്ങനെയൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതുപോലെയൊക്കെയാണ് ചെയ്യുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണനെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് ആനയിക്കുക എന്നുള്ളതിൻ്റെ ഒരു സിമ്പലായിട്ടാണ് നമ്മുടെ വീടിൻ്റെ ഡോറിൻ്റെ അവിടുന്ന് മുതലുള്ള ഫുഡ് സ്റ്റെപ്സ് നമ്മൾ വരയ്ക്കുന്നത്. അതായത് നമ്മുടെ വീടിൻ്റെ ഉള്ളിലെയും നമ്മുടെ മനസ്സിലേക്ക് ഡാർക്ക്നെസ്സൊക്കെ മാറ്റി പിന്നെ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കും, അങ്ങനെയുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. വീട്ടിൽ ചെറിയ കുട്ടികളുള്ളപ്പോൾ നമുക്കത് വരയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ, അവരെ കൊണ്ടാണല്ലോ നമ്മളത് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഞങ്ങളുടെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഉൾപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിക്കാറുള്ളത്. നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത് ശോഭായാത്രയും അമ്പലത്തിലൊക്കെ പോയി തൊഴുതു വന്നിട്ടുള്ളതാണ് നമ്മൾ പഠിച്ചു വന്നിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ഇതൊക്കെ എന്താണെന്ന് പോലും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും നമ്മളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് രക്ഷിതാക്കൾ എന്ന രീതിയിൽ നമ്മളുടെയൊക്കെ ഒരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. ചെറുതായിട്ട് നമ്മളുടെ വിഷയം മാറിപ്പോയല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജന്മാഷ്ടമി വിശേഷങ്ങൾ. നിങ്ങളും ശ്രീകൃഷ്ണൻ്റെ ജന്മാഷ്ടമി ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് വൈകിട്ടാണെങ്കിലും എല്ലാവർക്കും ഹാപ്പി ശ്രീകൃഷ്ണ ജയന്തി. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ വരാം. എല്ലാവർക്കും ബൈ. താങ്ക് യു.